നമുക്കേ കപ്പയ്ക്കായും ബീൻസും നമുക്ക് ഇതുപോലെ അരിഞ്ഞ് തോരൻ വെക്കാം. കണ്ടോ, അതാ നീളത്തിലരിയണം. നീളത്തിലരിയുന്ന അതൊരു രസമാണ്. കണ്ടോ ഒരെണ്ണത്തിൻ്റെ വലിപ്പം കണ്ടോ. നീളത്തിലരിഞ്ഞ് ബീൻസും കപ്പയ്ക്കയും ഒക്കെ അതുപോലെയുള്ള ക്യാരറ്റും ഒക്കെ നീളത്തിലരിഞ്ഞ് തോരൻ വെക്കാം. കുനുകുനാ അരിയണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. സാധാരണ തോരൻ്റെ അരപ്പ് ഇട്ട് വേവിക്കണം. കടുക് വറുത്തിട്ട് ആ കടുക് വറുക്കുന്നതിനകത്തൊരു ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ തോരൻ്റെ കഷ്ണങ്ങളെല്ലാം അങ്ങ് ഇട്ടാൽ മതി. ഞാൻ വെച്ചിട്ട് തോരൻ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഈ കടുക് വറുക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ കടുക് വറുത്ത് ദണ്ടമുളക് എല്ലാം റെഡിയായി. ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നു. ഇത്രയും മൂത്ത് മതി. ശകലം മുളക് പൊടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഓക്കെ. ആ എണ്ണയിലോട്ട് ഇനി നമുക്ക് തോരൻ്റെ അത് അരിയാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. കുറച്ച് മതിയല്ല കണ്ടോ. എന്നിട്ട് ഇളക്കി ചേർക്കാം. ലേശം വെന്ത് വരുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തേങ്ങയും കൂടെ ഇട്ടാൽ മതി. ജീരകവും പൊടിയും തേങ്ങയും എല്ലാം കൂടി ചേർത്ത് ഇപ്പോൾ ഒന്ന് അടച്ച് വെക്കാം. ലേശം തീയിലേ വെക്കാവുള്ളൂ. വെള്ളം പോരാ, നനവില്ലെന്നുണ്ടെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കാം. ഇതാണ്ട വെള്ളം പോരാന്ന് തോന്നി. അപ്പോൾ എന്താണ്ട ലേശം വെള്ളം, ലേശമേ ആകാവുള്ളേ. എന്നിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് അടച്ചു വെക്കണം. കണ്ട നീളത്തി തോരൻ തയ്യാറായി. കണ്ട ഇത് നല്ല രസമല്ലേ അത്. നീളത്തിലാണ് തോരൻ. കുഴഞ്ഞു പോയാൽ ഇങ്ങനെ നീളത്തിൽ കിട്ടത്തില്ല. വിളമ്പാൻ നേരത്ത് പതുക്കെ ഒന്ന് എടുക്കാവുള്ളൂ. കണ്ടോ ഇത് പഴയ അടുക്കളയാണ്, പഴയ ഉപകരണങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇത് ആധുനിക അടുക്കളയൊന്നുമില്ല, പഴയ രീതിയിലുള്ളതാണ്. പണ്ട് ഞങ്ങളിത് വിറകൊക്കെ വെക്കുന്നതായിരുന്നു. വിറക് വെച്ചായിരുന്നു അടുപ്പൊക്കെ. അപ്പം അതൊക്കെ മാറ്റി ഇപ്പം ഗ്യാസിലോട്ട് വെച്ചപ്പം വിറക് നമ്മൾ പുറത്തിട്ട് കത്തിക്കും. അന്ന് ഇങ്ങനെ അടുപ്പൊന്നും അണയ്ക്കത്തില്ലായിരുന്നു. അടുപ്പ് അണയ്ക്കാതെ അതിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ തീ ഇങ്ങനെ അടുപ്പിനകത്ത് കാണുമായിരുന്നു, കെടാവിളക്ക് പോലെ. അപ്പം വല്ലപ്പോഴൊക്കെ ഞങ്ങളിപ്പം അതിന് പകരം ഇങ്ങനെയൊക്കെ കത്തിച്ച് വെക്കും. പക്ഷെ അത് വല്ലൊക്കെ കാര്യങ്ങൾ നല്ല ദിവസങ്ങളൊക്കെ നോക്കിയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒന്നും ഇല്ല, കെടാവിളക്കൊന്നും ഇല്ല. അപ്പം അഗ്നി അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇത് പുകയറയൊക്കെ ഉള്ള ഒരു അടുപ്പാണ്. പുകയറയൊക്കെ ഉള്ള ഒരു അടുക്കളയാണ്, ആധുനിക അടുക്കളയൊന്നും അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയെ പഴയ ഉപകരണങ്ങളും പഴയ വീട്ടു സാധനങ്ങളും ഒക്കെ അവിടെ ഉള്ളതേ. എനിക്ക് പുതുക്കുന്നതിനോട് എനിക്കിഷ്ടമാണ് പഴമയും പുതുമയും ഞാൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാം മനുഷ്യൻ്റെ ഓരോ കാലത്ത് കുത്തൊഴുക്കിൽ വരികയും പോവുകയൊക്കെ ചെയ്യുമല്ലോ. കാലമാണ് എല്ലാത്തിനും സമാധാനം പറയുന്നത്, പഴമയും പുതുമയും എല്ലാം. ചിലപ്പോൾ പഴമയിലേക്ക് മനുഷ്യൻ പോവും, പുതുമയിലേക്ക് ഒരുപാട് പുതുമയിലേക്ക് വരുമ്പോൾ പിന്നെ മുകളിലേക്ക് പുതുമ ഇല്ലെന്നറിയുമ്പോൾ പിന്നെ താഴേക്കും വരാം. അപ്പോൾ തോരനൊക്കെ ഞാനിന്ന് ചീനച്ചട്ടിക്ക് പകരം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. കണ്ടോ ഇടിച്ചും പൊടിച്ചും ഒക്കെ നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഇടിച്ചൊക്കെ ഈ ഇടിയല്ലിൽ ഇടിച്ചിങ്ങനെ എടുക്കാം. ഓക്കെ. എണ്ണയിൽ ലയിച്ച് ചേർന്നാണ് നമ്മൾ കടുക് വറുത്ത് എടുക്കുന്നത്. അപ്പം മൈക്രോ എലിമെൻറ്റ്സ് നല്ല രീതിയിൽ അതിനകത്ത് ലയിച്ച് ചേരുക. മൈക്രോ എലിമെൻറ്റ്സാണ് കടുക് വറുക്കുന്നതിനകത്ത് കൂടെ ഒക്കെ കിട്ടുന്നത്. അപ്പം തോരനൊക്കെ കടുക് വറുത്താണ് എടുക്കുന്നത്. അപ്പോൾ എന്നും ഇരുമ്പ് ചട്ടി ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ആഴ്ചയിൽ 2-3 ദിവസത്തിൽ കൂടുതൽ ഇരുമ്പ് ചട്ടി ഉപയോഗിക്കണ്ട. ഇരുമ്പ് നമുക്ക് എന്തിനാ ഒരുപാട് വേണ്ടല്ലോ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലോ മൺചട്ടിയിലോ ഒക്കെ തോരൻ വെക്കാം.